ഗിംബല് ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്നോട് ജമ്പൽ എന്ന് പറഞ്ഞേ. എന്നെ അന്വേഷിച്ചവർക്ക് ഒരുപാട് താങ്ക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നോടൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല ഓക്കെ ആണോ എന്ത് പറ്റി. രാവിലത്തെ എൻ്റെ ഫുഡ് കഞ്ഞി പയറ് ചമ്മന്തി ഇത് രാവിലെ അങ്ങ് കഴിക്കുവാണല്ലോ. സുഖം. ഏതാ പാലെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നോക്കണേ നല്ല ഭംഗിയില്ലേ. നമ്മൾ വന്നിട്ട് ഇതിനെ ടോൾ ഒഴിവാക്കി സൈഡ് വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മള് വീണ്ടും ബൈപ്പാസ് കേറിട്ടോ. മാഹി ബൈപ്പാസ്. നമുക്ക് മാഹിയിലെത്തി നമുക്ക് എണ്ണ അടിച്ചിട്ട് പോകാതെ. ഇത് മാഹി ബൈപ്പാസിലെ പാലമാണ്. ഇതിപ്പോ ഞാന് മാഹിയിലേക്ക് അതുവഴി പോകാനാണ്, അല്ലെങ്കിൽ നേരെ ബൈപ്പാസ് വഴി പിടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ മാഹി വഴി ഒന്ന് പോവുക. അതിനുവേണ്ടി മാത്രം, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അതിലോട്ടൊന്നും നമ്മളിപ്പം മാഹിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട 1-2 കാര്യം എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു തരാവേ. ഫസ്റ്റ് വരുന്നത് എന്താ, പെട്രോളിനും ഡീസലിനും നല്ല വിലക്കുറവുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് മദ്യഷോപ്പുകളുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാല് മദ്യത്തിന് ഇവിടെ നല്ല വിലക്കുറവാണേ. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയത്തില്ലാത്ത 1-2 പേരുണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് കേന്ദ്രഭരണ പ്രദേശമാണ്, യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഒരു 8 എണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. 8 എണ്ണത്തില് 2 എണ്ണത്തിന്റെ പേര് എനിക്കറിയത്തുള്ളൂ. ഒന്ന് പോണ്ടിച്ചേരിയിലുള്ള നമ്മുടെ മാഹി, പിന്നെ വന്നിട്ട് നമ്മുടെ ലക്ഷദ്വീപ്. ബാക്കി എന്തെങ്കിലും തെറ്റും കുറ്റം കൊണ്ട് ക്ഷമിക്കണം കേട്ടോ. അപ്പം ശരിക്കും ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഈ മാഹി കവർ ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ വേറെ ഒരു കാര്യം എനിക്കറിയാം. നമ്മുടെ ഇച്ചിരി ഒരു പള്ളിയുണ്ട്, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഒരു പള്ളി. അവിടെ വർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ അവിടുത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എവിടെ നോക്കിയാലും മന്തി ഷാപ്പാണ് ഉള്ളത് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. പിന്നെ വെച്ചാൽ വേറൊരു കാര്യം പറയട്ടെ, പിന്നെ ഇവിടെ ഹെൽമറ്റ് അത്ര നിർബന്ധമില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. ആരും അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹെൽമെറ്റ് അത്ര നിർബന്ധം ഇല്ലെന്ന് തോന്നുന്നു. 2 പേർക്കും, പ്രത്യേകിച്ച് 2 പേർക്കും അത്ര നിർബന്ധം. പിന്നെ ഇതാണ് നമ്മുടെ മാഹി പള്ളി വരുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഒരു വർഷം ഒക്ടോബറിലാണ് ഇവിടുത്തെ മാഹി പള്ളിയിലെ പെരുന്നാൾ വരുന്നതും. വേറെ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ശൈലപ്രദക്ഷിണ നേർച്ചയുണ്ട്, ഉരുള് നേർച്ച സംഭവം. ഞാനൊരു വട്ടം വന്നിട്ട് കുറേ വർഷം വന്നിട്ട് ഞാനും ആ നേർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടില്ല, ഇതാ ഒരുപാട് മദ്യഷോപ്പ്, എപ്പോഴും നോക്കിയാലും മദ്യഷോപ്പ് കേട്ടോ. നല്ല ദാഹം, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ. വെയിറ്റ് ചെയ്തിരിക്കുവാണ്, നല്ല തിരക്ക്. അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിലെത്തിയേ. നാളെ ഈ സമയത്താണ് റിസൾട്ട് കിട്ടുന്നത്. നല്ല വെയിലുണ്ട്. അപ്പൊ ടാറ്റ, ബൈ ബൈ.